ഹായ്, ഇന്നെല്ലാവരുടെ സ്കൂളിലും കലോത്സവമാണല്ലോ. ഇന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെയാണ് ഇതെടുത്തത്. എൻ്റെ മടിയോണ്ട് ഇന്നത്തേക്കാക്കി ഇട്ടെന്നുള്ളൂ. എൻ്റെ സ്കൂളിൽ തന്നെ ടീച്ചറെ കൂടെയാണ് കേട്ടോ പോണത്. അത് കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ അവിടെ എത്തിയപ്പോൾ ഫുള്ള് കുട്ടികളൊക്കെ ഇനി പാരൻസൊന്നും വന്നില്ല, സ്റ്റുഡൻസ് മാത്രം. കയറി ചെന്ന് ആളും ബഹളവും പാട്ടും എല്ലാം ഉണ്ട്. കുട്ടികളെ ഒരുക്കാനൊക്കെ തുടങ്ങി. അതിൻ്റെ അപ്പുറത്ത് തന്നെ സ്റ്റേജ് കണ്ടപ്പോൾ വെറുതെ ഒന്ന് ഫോട്ടോ എടുത്താൽ. ഇത് പക്ക ഗവൺമെൻറ് സ്കൂളാണ്, അപ്പം അതിൻ്റെതായ ഇതുണ്ടാവും. അത് കഴിഞ്ഞ് അതിൻ്റെതായ വെച്ചാൽ മോശമല്ല, നല്ലതാണ്. പിന്നെ ഫുള്ള് ഒരുക്കങ്ങളും കുട്ടികളെ ഒരുക്കലും. ഫസ്റ്റ് തന്നെ വെൽക്കം ഡാൻസാണ്. ഇതാണ് എൻ്റെ വെൽക്കം ഡാൻസിനുള്ള മക്കൾ. ഞാൻ UKG ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. അവിടെ LKG UKG കൂടിയാണ് വെൽക്കം ഡാൻസ് ചെയ്യുന്നത്. ഇതൊക്കെ ആൾക്കാർ അല്ല പാരൻസ് അത് കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ ഒരു എന്താണ് അതിഥിയും ഗസ്റ്റൊക്കെ വന്നുകൊണ്ടുള്ള ഒരു ചെറിയ സ്പീച്ച് നമ്മൾ ഇങ്ങനെ വെൽക്കം ചെയ്യല്ലോ, അതാണ് ജസ്റ്റ് ഫസ്റ്റ് കാണിക്കുന്നത്. ആദ്യം HM, അത് കഴിഞ്ഞ് ഇവരെ പേര് ശരിക്കും ഓർമ്മയില്ല, പക്ഷേ ഇയാളൊരു സിംഗറോ എന്തോ ആണ്, അത്ര അറിയുള്ളൂ. പക്ഷെ കുറച്ച് കാണല്ലോ കേട്ടോ. അയാൾ സോങ് ഒക്കെ അടിപൊളിയാണ്. അത് കഴിഞ്ഞ് അയാൾ പാട്ട് പാടാണ് തോന്നുന്നുണ്ടോ ആ സാറ്. അവരെ പാട്ടൊക്കെ ഉഷാറായിന്. കുറച്ച് നേരം ആ പാട്ട് കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ കുട്ടികളെ ഡാൻസ് തുടങ്ങി. വെൽക്കം ഡാൻസാണിത്. ഓരത് ഉഷാറാക്കി തന്നെ കളിച്ചു. അതിനിടയിൽ ഓരോരോ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളതായ വൈക്കോടെ തിരിയണമുണ്ട്. എനിക്ക് പിന്നെ അടുത്ത ഡാൻസ് ഉള്ളതുകൊണ്ട് കുട്ടികളെ മാറ്റിക്കണേ ആ ഓരോരോ തിരക്കിലേനി അങ്ങനെ അങ്ങോട്ട് പോയി. അതിൻ്റെ ഇടയിൽ ഓരോരോ ഡാൻസൊക്കെ നടക്കണേ. നമ്മളത് ഓവർ കാണാനുള്ള ടൈമൊന്നുമില്ല, കാരണം നമുക്ക് നമ്മളെ കുട്ടികളെ വേണ്ട മാറ്റിച്ച് കയറ്റണമല്ലോ. ഇതൊക്കെ പിന്നെ 3rd സ്റ്റാൻഡേർഡ് എടുത്ത കുട്ടികളോ 4th കുട്ടികളിട്ടാണ് തോന്നുന്നത്. ഇത് നൂഹാണ്, LKGയിലാണ് നൂഹ് പഠിക്കുന്നത്. ഇതിൻ്റെ ക്ലാസ്സിൽ തന്നെ കുട്ടികളോളം ഒരു പാട്ട് പാടാണ് അനു. പിന്നെ കുറച്ച് നേരം ഓളെ പാട്ടൊക്കെ ഇട്ടുന്നു. ഞാനിപ്പോൾ ഇവിടെ നിന്ന് എന്താ കാട്ടുക എന്നുള്ളൊരു ഇതിൽ നിൽക്കുക. അതിന് LKGൻ്റെ ഡാൻസാണിത്. ഒരു മിസ്സ് പഠിപ്പിച്ച മാതിരി തന്നെ മാക്സിമം ഓല് കളിച്ചിക്കണം, ഓലെ കൊണ്ട് കഴിയണ മാതിരി. മാഷാഅല്ലാഹ്. പിന്നെ എൻ്റെ കുട്ടികളെ ഡാൻസ് വന്നു. അതിൻ്റെ ഇടയിൽ പരിപാടി കഴിയുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ അടുത്ത കഴിഞ്ഞ പോലെ സ്റ്റേജിലേക്ക് വിളിക്കും എന്നുള്ളതായപ്പം ഓരെല്ലാവരും അവിടെ നിൽക്കും. ഇനി ഓരോ ഡാൻസാണ്.
ഞാൻ പഠിപ്പിച്ച മാതിരി ഓൾക്ക് കയ്യണ മാതിരി പോലെ അത് നല്ലപോലെ കളിച്ചത് കഴിഞ്ഞ പോലെ സോങ് അല്ല എല്ലാവരും ഉള്ള ഗ്രൂപ്പ് സോങ്ങാണ്. ഡ്രസ്സ് നൂരിയേക്കാളുള്ള നേരം കിട്ടിയില്ല. അപ്പോൾ തന്നെ പോലെ അടുത്ത് വിളിച്ചുകൊണ്ട് ആ ഡ്രസ്സിൽ തന്നെ കയറിയതാണ്. അങ്ങനെ ഓരോരോ പരിപാടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുലിൻ്റെ സ്റ്റോറിയാണ്. അതുൽ പറഞ്ഞ് പഠിച്ച് അവൻ കുറേ മറന്നൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ചെയ്ത്. ഈ എഴുത്തം ഭയങ്കര കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാനവിടെ ചോർന്നുമ്പോൾ ആ ഒരു ഡയലോഗ് ഇനി എൻ്റെ കുട്ടികളെ ഫോക്ക് ഡാൻസ് ഉണ്ട് ഇനി അങ്ങനെയുള്ള ഡാൻസും തുടങ്ങി കളിക്കണമുണ്ട്. പിന്നെ കുറച്ച് LKGൻ്റെ ഒപ്പന. LKG മാത്രമല്ല ഇതിൽ UKGത്തെ 2 സ്റ്റുഡൻസും ഉണ്ട്.
ഫോട്ടോ ആദ്യം എടുക്കാൻ കഴിയാത്തതുകൊണ്ട് പിന്നെ പുതിയാപ്പിളിനും ടീമിനെയും പിന്നെ ഇതാക്കിയേക്കാണ്. പിന്നെ എൻ്റെ അടുക്കൊരു പരിപാടിയും കണ്ട്. പിന്നെ അനുവിൻ്റെ ഡാൻസ് തുടങ്ങി. അനു സിംഗിൾ കളിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓക്കെ എങ്ങനെയൊക്കെ ഇതാക്കി എടുത്തോളൂ കളിക്കാൻ നോക്കി. എന്തായാലും അവൾ നല്ലപോലെ കളിച്ചിട്ടുണ്ട്. കലാശക്കൂട്ട് അവിടെ ടീച്ചേഴ്സിൻ്റെ ഡാൻസ് ചെയ്യും. അങ്ങനെ ടീച്ചേഴ്സ് മാത്രമല്ല, അത് ഒരു ടീച്ചറും ബാക്കി ഫുൾ പാരൻസാണ്. അവരെന്തായാലും നല്ലപോലെ കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതായാലും പരിപാടി അവിടെ വൈൻഡപ്പ് ചെയ്ത് ആ ഒറ്റ പെർഫോമൻസ് കൊണ്ട് ലാസ്റ്റത്തെ ഒരു പെർഫോമൻസ് പാരൻസിൻ്റെ അത് കഴിഞ്ഞ് ആ പരിപാടിയുടെ വൈൻഡപ്പായി.
ഗസ്റ്റ് പിന്നെ വൈകുന്നേരം വന്ന് പിന്നെ സമ്മാനം കൊടുക്കലും ആ ഒരു ഇതിലേക്ക് കടന്ന് ഇന്ന് തന്നെ ഗ്രാജുവേഷൻ ഉണ്ടേനി UKGൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്ക്ക് പോണ ഗ്രാജുവേഷൻ ആവും കഴിഞ്ഞ് ഒരു പോയി ഫസ്റ്റ് സ്കൂള് ശൂന്യമായി സ്കൂളിൽ ആരുമില്ല. പക്ഷെ നല്ലൊരു വൈബാണ് അവിടെ, ഫുള്ളൊരു പച്ചപ്പും. അങ്ങനെ ലാസ്റ്റ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. ഞാൻ പോകുമ്പോഴും ആ മിസ്സിൻ്റെ കൂടെ തന്നെ പോയത്, ഓവർ ലേറ്റ് ആയിട്ടൊന്നുമില്ല. ഈ പോണ വഴി തന്നെ കാണാൻ നല്ല രസമാണ്. അവിടെ ഫുള്ളൊരു വേറൊരു ഇത് ഈ വഴിയിൽ ഞാൻ മിസ്സിൻ്റെ കൂടെ ഫസ്റ്റായിട്ടാണ് പോയത്. അതിൻ്റെ ഇടയ്ക്കൊന്ന് ഞാൻ 1-2 വട്ടം അങ്ങനെ പോയി. നല്ല രസമാണ് ഈ ഒരു ഏരിയ കാണാൻ, അവിടെയൊക്കെ സെറ്റാണ്. അപ്പോൾ ഓക്കെ, ബായ്.